മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയും മഹിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോടെ മാർക്കോ വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ഇവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്, എൻ്റെ പ്ലാൻ ഇതാണെന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ആദ്യം അതിനൊന്ന് നിരസിച്ചെങ്കിലും മഹാലക്ഷ്മി പിന്നീട് സമ്മതിക്കുകയായിരുന്നു. മാർക്കോ പറയുന്ന എന്ത് പ്ലാനിലും കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോവിനോട് സമ്മതം മൂളുന്നുണ്ട് മഹാലക്ഷ്മി. പിന്നീട് കരുണ പ്രതാപനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രതാപനെ കാണുമ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛാ എന്നാലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഇതും വെറുതെ ഫ്ലോപ്പായി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയും കടന്ന കൈ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്കെന്ന് പറയുന്നു. എന്താണെങ്കിലും ഇത് അമ്മയൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കരുണ. അപ്പോൾ പ്രതാപം പറയുന്നുണ്ട്, അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവൾ ആകെ ആദ്യ പിടിച്ച പോലെ മഹാലക്ഷ്മിയെ കൂടെ ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞങ്ങളിതൊന്നും അറിയാത്ത മട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ ഇത്ര സൗണ്ടിൽ പറയല്ലേ, അവൾ അവിടെ അപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട്. നമ്മൾ 3 പേരും കൂടെ സംസാരിക്കുന്നത് അവൾ കാതോർത്ത് കേൾക്കും. പിന്നീട് അതെല്ലാം പ്രശ്നമാകും. നമ്മളാണ് ഇതിൻ്റെ പിറകിലെന്നൊക്കെ അവൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ശരി, പതിയെ പറയാനെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വഴക്ക് പറയുന്നൊക്കെ ഉണ്ട്. പിന്നീട് കരുണ സ്നേഹം നടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെല്ലുന്നൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് എന്താ ഒരു മൗനം പോലെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ മഹാലക്ഷ്മി 2-3 പ്രാവശ്യം ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അവൾ ഒരിക്കലും എന്നെ വിളിക്കാതിരിക്കുന്നതല്ല, എല്ലാ ദിവസവും അവൾ എന്നെ രാവിലെ വിളിക്കുന്നത്. 2 ദിവസമായിട്ട് അവളെ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ആദ്യം തോന്നുന്നു. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നാണ് എൻ്റെ ഒരു ഭയം എന്ന് പറയുന്നു. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അവൾ പിന്നെ കണ്ണേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിലല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയി കാണും. അതുകൊണ്ടായിരിക്കും അമ്മേനെ വിളിക്കാത്ത, അല്ലെങ്കിൽ പിന്നെ അവിടെ റേഞ്ച് ഇല്ലാത്തതായിരിക്കും, അതുകൊണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. കരുണയുടെ ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ മോഹിനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ മോളോടുള്ള വെറുപ്പ് നിനക്ക് മാറിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കരുണ അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ മേഘേട്ടനൊക്കെ പറയുന്നത് പിന്നെ മാർക്കോനെ സൂക്ഷിക്കണം എന്നാണെന്ന് പറയുന്നു. അപ്പോൾ പ്രതാപം പറയുന്നു, ശരിയാണ്, അവനെ സൂക്ഷിക്കണം. കണ്ണനെ കാട്ടി അപകടകാരിയാണ് അവൻ എല്ലാവരെയും വകവരുത്തുന്നവനാണ്. അതുകൊണ്ട് അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പ്രതാപനും പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും കണ്ണനെക്കാട്ടി സൂക്ഷിക്കേണ്ടത് നമ്മൾ മാർക്കോനെയാണ്. ഞങ്ങളെ തന്നെ അവൻ രാത്രി തന്നെ വിളിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. അവൻ തന്ന പണി എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവനൊരു ഉരുക്കു മനുഷ്യനാണ്. അവൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോയാൽ തീർന്നത് തന്നെ എന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന മേഘം പറയുന്നുണ്ട്, ഇതൊന്നും അച്ഛൻ പേടിക്കേണ്ട, അവനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കണ്ണനെ ഞാൻ ഇല്ലാതാക്കും. അങ്ങനെ തന്നെ ഞാൻ അവനോട് പ്രതികാരം വീട്ടുക തന്നെ ചെയ്യുമെന്നൊക്കെ മേഘൻ പറയുന്നുണ്ട്. കണ്ണൻ്റെ അടുത്തോട്ട് മാർക്കോ വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. എന്നിട്ട് മാർക്കോ കാര്യങ്ങളെല്ലാം കണ്ണനോടും പറയുന്നുണ്ട്, അവരുടെ പ്ലാനുകളെല്ലാം. അതെല്ലാം കേൾക്കുമ്പോൾ കണ്ണനും സന്തോഷമാവുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇതെല്ലാം മഹാലക്ഷ്മി സമ്മതിച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മഹാലക്ഷ്മി എന്തിനും തയ്യാറാണെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. എന്താണെങ്കിലും അയാൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിച്ചത് നന്നായി. അയാൾ ശത്രുക്കളോട് പോലും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ്. എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒന്ന് ബോൾഡായതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും മഹാലക്ഷ്മിയുടെ ഈ നിലപാട് മാറ്റണം. മഹാലക്ഷ്മി എല്ലാവരോടും സത്യസന്ധമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ്, താന്നു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരുടെ തലയിൽ എല്ലാവരും കയറുന്നത്. നമ്മളോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ നിൽക്കുക തന്നെ വേണമെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.